ഹായ് ഓൾ, കോമ്പറ്റേറ്റീവ് എക്സാം ഗൈഡിൻ്റെ പുതിയ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് ഒരു വലിയ ടോപ്പിക്കാണ് ഇന്ത്യയിലെ തുറമുഖങ്ങൾ. എല്ലാവരും ഈ ക്ലാസ് എഴുതി വെച്ച് തന്നെ പഠിക്കാൻ ശ്രമിക്കണേ. പരീക്ഷകളിലൊക്കെ റിപ്പീറ്റഡ് ചോദിക്കുന്ന ചോദ്യങ്ങളാണ് ഇതിലുള്ളത്. എല്ലാവരും നന്നായി പഠിക്കുക. ക്ലാസ്സിലേക്ക് പോകാം. തുറമുഖങ്ങളെക്കുറിച്ച് ചില ചോദ്യങ്ങൾ നോക്കാം. ദീൻ ദയാൽ തുറമുഖം കാണ്ടില. ദീൻ ദയാൽ തുറമുഖം സ്ഥിതി ചെയ്യുന്നത് കച്ച്, ഗുജറാത്ത്. എവിടെയാണ്? കച്ച്, ഗുജറാത്ത്. ഇന്ത്യയിലെ ഏക വേലിയേറ്റ തുറമുഖം ദീൻ ദയാൽ നിർമ്മിച്ച വർഷം 1950. സ്വതന്ത്ര ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യ തുറമുഖം ഏതാ? ദീൻ ദയാൽ. ഇതിന്റെ മറ്റൊരു പേര് അല്ലെങ്കിൽ പഴയ പേരെന്താ? കാണ്ടില തുറമുഖം. ഇന്ത്യയിലെ അല്ലെങ്കിൽ ഏഷ്യയിലെ തന്നെ ആദ്യ പ്രത്യേക സാമ്പത്തിക മേഖല ദീൻ ദയാൽ. ഇന്ത്യ വിഭജനത്തിന്റെ സന്തതി എന്നറിയപ്പെടുന്ന തുറമുഖം ദീൻ ദയാൽ. ഇന്ത്യയിലെ ആദ്യ ഫ്രീ ട്രേഡ് പോർട്ട് ദീൻ ദയാൽ. അടുത്തത് ജവഹർലാൽ നെഹ്റു തുറമുഖം. ജവഹർലാൽ നെഹ്റു തുറമുഖം സ്ഥിതി ചെയ്യുന്നത് എവിടെയാ? മഹാരാഷ്ട്ര. എവിടെയാണ്? മഹാരാഷ്ട്ര. ഈ തുറമുഖത്തിന്റെ മറ്റൊരു പേര് നവശേവ തുറമുഖം. ഇന്ത്യയിലെ ഏറ്റവും വലിയ കണ്ടെയ്നർ തുറമുഖമാണ് ജവഹർലാൽ നെഹ്റു തുറമുഖം. ഇന്ത്യയിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന തുറമുഖമാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൃത്രിമ തുറമുഖമാണ്. ഇന്ത്യയിൽ ആദ്യമായി സ്വകാര്യവൽക്കരിച്ച കണ്ടെയ്നർ പോർട്ട് ജവഹർലാൽ നെഹ്റു പോർട്ട്. ഇന്ത്യയിലെ ഏറ്റവും തിരക്കു കൂടിയ തുറമുഖം ജവഹർലാൽ നെഹ്റു തുറമുഖമാണ്. ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തത് മർമഗോവ തുറമുഖം. മർമഗോവ തുറമുഖം സ്ഥിതി ചെയ്യുന്നത് എവിടെയാ? ഗോവ നദി, സുവാരി നദി. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഇരുമ്പ് കയറ്റുമതി ചെയ്യുന്നത് മർമഗോവ. റിപ്പീറ്റഡ് ചോദ്യമാണ്. മുംബൈ തുറമുഖം. അടുത്തത് മുംബൈ തുറമുഖം സ്ഥിതി ചെയ്യുന്നത് മഹാരാഷ്ട്ര. എവിടെയാണ്? മഹാരാഷ്ട്ര. ഇന്ത്യയിലെ ഏറ്റവും വലിയ തുറമുഖം മുംബൈ തുറമുഖം. ഇന്ത്യയിലെ ഏകദേശം 1/5 ഭാഗത്തോളം വിദേശ ചരക്കുകൾ ഇറക്കുമതി ചെയ്യുന്ന തുറമുഖം മുംബൈ. മുംബൈ തുറമുഖം അറിയപ്പെടുന്ന മറ്റൊരു പേരെന്താ? ഗേറ്റ് വേ ഓഫ് ഇന്ത്യ. എന്താണ്? ഗേറ്റ് വേ ഓഫ് ഇന്ത്യ. ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രകൃതിദത്ത തുറമുഖം മുംബൈ. ഇന്ത്യയുടെ പരുത്തി തുറമുഖം എന്നറിയപ്പെടുന്ന തുറമുഖം മുംബൈ. അടുത്തത് VO ചിദംബരനാർ തുറമുഖം. ഈ തുറമുഖം സ്ഥിതി ചെയ്യുന്നത് എവിടെയാ? തമിഴ്നാട്. എവിടെയാണ്? തമിഴ്നാട്. ആദ്യകാല നാമം ട്യൂറ്റികോറിൻ അല്ലെങ്കിൽ തൂത്തുക്കുടി തുറമുഖം. മേജർ തുറമുഖമായി പ്രഖ്യാപിച്ചത് 1974. മനുഷ്യനിർമ്മിത ആഴക്കടൽ തുറമുഖം VO ചിദംബരനാർ തുറമുഖം. ഇന്ത്യയുടെ മുത്ത് എന്നറിയപ്പെടുന്നു. തൂത്തുക്കുടി പോർട്ടിൽ നിന്നും ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്യുന്നത് ഉപ്പാണ്. കപ്പലോട്ടിയ തമിഴൻ എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര സേനാനി VO ചിദംബരം പിള്ള. റിപ്പീറ്റഡ് ചോദ്യമാണ്. പാണ്ഡ്യ രാജാക്കന്മാരുടെ പ്രധാന തുറമുഖം ആയിരുന്നത് തൂത്തുക്കുടി. അടുത്തത് ന്യൂ ബാംഗ്ലൂർ തുറമുഖം. ആദ്യകാല നാമം പനമ്പൂർ തുറമുഖം. മംഗലാപുരം തുറമുഖം എന്നും ഇതറിയപ്പെടുന്നു. ന്യൂ മാംഗ്ലൂർ തുറമുഖം അറിയപ്പെടുന്നത് ഗേറ്റ് വേ ഓഫ് കർണാടക. കർണാടക സംസ്ഥാനത്തിലെ ഒരേ ഒരു മേജർ തുറമുഖം ന്യൂ മാംഗ്ലൂർ. പ്രധാനമായും കുദ്രേമുഖ് ഇരുമ്പയിര് കയറ്റുമതി ചെയ്യുന്നതിന് വേണ്ടി നിർമ്മിച്ച തുറമുഖമാണ് ന്യൂ മാംഗ്ലൂർ. അടുത്തത് വിശാഖപട്ടണം തുറമുഖം. വിശാഖപട്ടണം തുറമുഖം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ആന്ധ്രാപ്രദേശ്. എവിടെയാണ്? ആന്ധ്രാപ്രദേശ്. ഇന്ത്യൻ തുറമുഖങ്ങൾക്കിടയിലെ തിളക്കമുള്ള രത്നം എന്നും കിഴക്കിന്റെ തീരത്തിന്റെ രത്നം എന്നും അറിയപ്പെടുന്നത് എന്താണ്? വിശാഖപട്ടണം. ഏറ്റവും ആഴം കൂടിയ കരബന്ധിത തുറമുഖം വിശാഖപട്ടണം. ബംഗാൾ ഉൾക്കടലിലെ ഒരേ ഒരു പ്രകൃതിദത്ത തുറമുഖം വിശാഖപട്ടണം. ഇന്ത്യൻ നാവികസേനയുടെ ഈസ്റ്റേൺ നേവൽ കമാൻഡിന്റെ ആസ്ഥാനം വിശാഖപട്ടണം. വിശാഖപട്ടണം തുറമുഖം സ്ഥിതി ചെയ്യുന്നത് ഡോൾഫിൻ നോസ് ഹില്ലിനും റോസ് ഹില്ലിനും ഇടയ്ക്കാണ്. ദക്ഷിണേഷ്യയിലെ ആദ്യത്തെ സബ്മറൈൻ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് വിശാഖപട്ടണം. നാഷണൽ ഷിപ്പ് ഡിസൈൻ ആൻഡ് റിസർച്ച് സെന്റർ സ്ഥിതി ചെയ്യുന്നത് വിശാഖപട്ടണം. അടുത്തതായിട്ട് ചെന്നൈ തുറമുഖത്തെ കുറിച്ച് നോക്കാം. ഇന്ത്യയിൽ വലിപ്പത്തിൽ 2ാം സ്ഥാനത്തുള്ള തുറമുഖം ചെന്നൈ. ഇന്ത്യയിൽ ഏറ്റവും പഴയ കൃത്രിമ തുറമുഖം. 1ാം ലോക മഹായുദ്ധത്തിൽ ആക്രമണം നേരിട്ട ഒരേ ഒരു ഇന്ത്യൻ തുറമുഖം. ഗേറ്റ് വേ ഓഫ് സൗത്ത് ഇന്ത്യ എന്നറിയപ്പെടുന്ന തുറമുഖം. അടുത്തതായിട്ട് കൊൽക്കത്ത ഹാൽഡിയ തുറമുഖത്തെ കുറിച്ച് നോക്കാം.
പോർട്ടിന്റെ പുതിയ പേരെന്താ? ശ്യാമപ്രസാദ് മുഖർജി തുറമുഖം. എന്താണ് കൊൽക്കത്ത പോർട്ടിന്റെ പുതിയ പേര്? ശ്യാമപ്രസാദ് മുഖർജി തുറമുഖം. ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന ഇപ്പോഴും പ്രവർത്തനത്തിലുള്ള തുറമുഖം കൊൽക്കത്ത ഹാൽഡിയ തുറമുഖം. ഇന്ത്യയിലെ ഏക നദീജന്യ മേജർ തുറമുഖം കൊൽക്കത്ത. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന്റെ ആസ്ഥാനം കൂടിയ മേജർ തുറമുഖം കൊൽക്കത്ത. ഏതാണ്? ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന്റെ ആസ്ഥാനം കൂടിയ മേജർ തുറമുഖം കൊൽക്കത്ത. ഗേറ്റ് വേ ഓഫ് ഈസ്റ്റർ ഇന്ത്യ അല്ലെങ്കിൽ കിഴക്കേ ഇന്ത്യയിലേക്കുള്ള കവാടം എന്നറിയപ്പെടുന്ന തുറമുഖം കൊൽക്കത്ത. തുറമുഖത്തിലെ തിരക്കു നിയന്ത്രിക്കാൻ നിർമ്മിച്ച തുറമുഖം ഹാൽഡിയ. ഏതാണ്? ഹാൽഡിയ. കൊൽക്കത്ത തുറമുഖം സ്ഥിതി ചെയ്യുന്ന നദി ഹുഗ്ലി. ഇമ്പോർട്ടൻ്റ് ആണ്, റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. അടുത്തത് പാരദ്വീപ് തുറമുഖം. പാരദ്വീപ് തുറമുഖം സ്ഥിതി ചെയ്യുന്നത് എവിടെയാ? ഒഡീഷ. എവിടെയാണ്? ഒഡീഷ. റിപ്പീറ്റഡ് ആണ്. പാരദ്വീപ് ഒരു മനുഷ്യൻ നിർമ്മിത തുറമുഖമാണ്. പാരദ്വീപ് ഒരു മനുഷ്യ നിർമ്മിത തുറമുഖമാണ്. പാരദ്വീപിനെ മേജർ തുറമുഖമായി പ്രഖ്യാപിച്ചത് 1966 ഏപ്രിൽ 18. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ പൂർവ്വ തീര തുറമുഖം ഏതാ? പാരദ്വീപ്. ജപ്പാനിലേക്ക് ഇരുമ്പയിര് കയറ്റി അയക്കുന്ന ഇന്ത്യൻ തുറമുഖം പാരദ്വീപ്. അടുത്തതായിട്ട് പോർട്ട് ബ്ലെയർ തുറമുഖത്തെക്കുറിച്ച് ഏതാനും പോയിന്റ്സ് നോക്കാം. ഏറ്റവും അവസാനം രൂപം കൊണ്ട തുറമുഖമാണ് പോർട്ട് ബ്ലെയർ തുറമുഖം. ഏതാണ് ഏറ്റവും അവസാനം രൂപം കൊണ്ട തുറമുഖം? പോർട്ട് ബ്ലെയർ തുറമുഖം. പോർട്ട് ബ്ലെയർ സ്ഥിതി ചെയ്യുന്നത് ആൻഡമാൻ നിക്കോബാർ. എവിടെയാണ്? ആൻഡമാൻ നിക്കോബാർ. 13ാമത്തെ മേജർ തുറമുഖമാണ്. പോർട്ട് ബ്ലെയറിനെ മേജർ തുറമുഖമായി പ്രഖ്യാപിച്ചത് 2010. എപ്പോഴാണ്? 2010. അടുത്തത് കൊച്ചി തുറമുഖം. കൊച്ചി തുറമുഖം നിലവിൽ വന്ന വർഷം 1928. കൊച്ചി തുറമുഖത്തിന്റെ ശില്പി റോബർട്ട് ബ്രിസ്റ്റോ. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. റോബർട്ട് ബ്രിസ്റ്റോ. കേരളത്തിലെ മേജർ തുറമുഖം ഏതാ? കൊച്ചി. ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാക തുറമുഖം കൊച്ചി. കൊച്ചി സാഗ എന്ന പുസ്തകത്തിന്റെ കർത്താവാര? റോബർട്ട് ബ്രിസ്റ്റോ. കൊച്ചി തുറമുഖത്തിന്റെ ഉത്ഭവത്തിന് കാരണമായി വെള്ളപ്പൊക്കം. പെരിയാറിലെ വെള്ളപ്പൊക്കം. ഏതാണ്? കൊച്ചി തുറമുഖത്തിന്റെ ഉത്ഭവത്തിന് കാരണമായ വെള്ളപ്പൊക്കം പെരിയാറിലെ വെള്ളപ്പൊക്കം 1341. ഇന്ത്യയിലെ ആദ്യ പോർട്ട് കൊച്ചി. വല്ലാർപാടം ടെർമിനലും കൊച്ചി ഷിപ്പ് യാർഡും സ്ഥിതി ചെയ്യുന്ന തുറമുഖം കൊച്ചി. ഇന്ത്യയിലെ ആദ്യമായി കണ്ടെയ്നർ കപ്പൽ എത്തിയ സ്ഥലം കൊച്ചി. അറബിക്കടലിന്റെ റാണി എന്ന് കൊച്ചി തുറമുഖത്തെ വിശേഷിപ്പിച്ചതാര? RK ഷൺമുഖം ചെട്ടി. റിപ്പീറ്റഡ് ചോദ്യമാണ്. കൊച്ചി തുറമുഖത്തിന്റെ ആഴം കൂട്ടലിന് നിന്നും ലഭിച്ച മണ്ണ് നിക്ഷേപിച്ച് രൂപം കൊണ്ട ഐലൻഡ് വെല്ലിംഗ്ടൺ ഐലൻഡ്. അടുത്തത് കാമരാജർ തുറമുഖം. ഇതിന്റെ ആദ്യ നാമം ഏതാണ്? എണ്ണൂർ തുറമുഖം. ഇന്ത്യയിലെ ആദ്യ കോർപ്പറേറ്റ് തുറമുഖം കാമരാജർ. കമ്പനിയായി രജിസ്റ്റർ ചെയ്ത ആദ്യ തുറമുഖം കാമരാജർ. ചെന്നൈ തുറമുഖത്തിന്റെ തിരക്ക് കുറയ്ക്കുന്നതിനായി നിർമ്മിച്ച തുറമുഖം കാമരാജർ. എനർജി പോർട്ട് ഓഫ് ഏഷ്യ എന്നറിയപ്പെടുന്ന തുറമുഖം കാമരാജർ തുറമുഖം. ഇന്ത്യയിലെ എക്കോ ഫ്രണ്ട്ലി പോർട്ട് കാമരാജർ തുറമുഖം. അടുത്തത് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം. ഇന്ത്യയിൽ പുതുതായി നിർമ്മിച്ച അന്താരാഷ്ട്ര തുറമുഖം വിഴിഞ്ഞം. വിഴിഞ്ഞം തുറമുഖത്തിന് നിർമ്മാണ ചുമതല വഹിക്കുന്ന കമ്പനി അദാനി പോർട്ട്. തുറമുഖത്തിന്റെ ശിലാസ്ഥാപനം നടന്നത് 2015 ഡിസംബർ 5. അടുത്തത് മുദ്ര തുറമുഖം. മുദ്ര തുറമുഖം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം എവിടെയാ? ഗുജറാത്ത്. എവിടെയാണ്? ഗുജറാത്ത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ തുറമുഖം മുദ്ര. അടുത്തതായിട്ട് പിബവാവ് തുറമുഖം. പിബവാവ് തുറമുഖം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഗുജറാത്തില്. എവിടെയാണ്? ഗുജറാത്ത്. ഇന്ത്യയിലെ ആദ്യ സ്വകാര്യ തുറമുഖമായി കണക്കാക്കുന്നത് പിബവാവ്. മഹാരാഷ്ട്രയിൽ പുതുതായി വരാൻ പോകുന്ന തുറമുഖം വാധവൻ തുറമുഖം. എവിടെയാണ്? ഏതാണ്? മഹാരാഷ്ട്രയിൽ പുതുതായി വരാൻ പോകുന്ന തുറമുഖം വാധവൻ തുറമുഖം. തുറമുഖത്തെ കുറിച്ചുള്ള ക്ലാസ് നിങ്ങൾക്ക് എല്ലാവർക്കും നന്നായി മനസ്സിലായെന്ന് കരുതുന്നു. ഇത് നിങ്ങൾ എഴുതി വെച്ച് തന്നെയല്ലേ പഠിക്കുന്നത്? എഴുതി വെച്ച് തന്നെ പഠിക്കാൻ ശ്രമിക്കണം. കാരണം അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. PSC എക്സാമിനൊക്കെ ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. എല്ലാവരും എഴുതി വെച്ച് തന്നെ പഠിക്കാൻ ശ്രമിക്കുക. നമ്മുടെ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. കൂടാതെ നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ രേഖപ്പെടുത്താനും മറക്കരുത്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. ബൈ ബൈ.